എൻഗേജ്മെന്റ് റിംഗ് ആവുന്ന ഫൈനലൈസ് ആയിട്ടില്ല. പിന്നെ എനിക്ക് ഒരു സ്ഥലത്ത് ഒന്നും ഇഷ്ടപ്പെട്ടു. ബാച്ചിലർ ആണ് പക്ഷെ സിംഗിൾ അല്ല. ഈ റോട്ടിൽ ഇവിടെ മാത്രമേ ടീ കിട്ടൂ. പ്രൈസ് കുറവുണ്ട്. ഈ സൊമാറ്റോ പോലെയാണ് തലാബാത്ത് എന്ന് പറഞ്ഞത്. ഇവിടുത്തെ ആക്ച്വലി ഷാർമ പോകാം. റൗണ്ട് ആവുന്നാണ് ഡൗട്ട്. അടുത്ത് വൈറ്റ് അല്ലേ? ഹായ് ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ദിവസം തേഴ്സ്ഡേ ആണോ? ഇന്ന് തേഴ്സ്ഡേ ആണ്. സോ ഒന്ന് വൈകിട്ട് പുറത്തേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു. നാളെ സ്നേക്ക് ഓഫാണ്, എനിക്ക് ജോലിയുണ്ട്. നാളെ പറ്റി നമുക്ക് ടെമ്പിൾ ഇപ്പൊ വൈകിട്ടാകുമ്പോ അടുത്ത ടെമ്പിൾ. ഇവിടെ ഏതൊക്കെ ഇതാണുള്ള? ശിവൻ ടെമ്പിൾ ഉണ്ട്, ടെമ്പിൾ ഉണ്ട്. ഭയങ്കര നോർത്ത് ഇന്ത്യൻ വൈബ്സ് ആണ്. ആ വ്ലോഗിലേ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭയങ്കര വൈബ്സ് ആണ്. അത് നാളെ പോ. ഇന്ന് എവിടെയാ പോകുന്നത്? ഇന്ന് നമ്മള് മോൾ ഓഫ് ഒമാനി പോയി കുറച്ച് ചില്ല് ചെയ്തിട്ട് വരാം. ഓക്കെ. ഇതുവരെ നമ്മള് എൻഗേജ്മെന്റ് റിംഗ് ആവുന്ന ഫൈനലൈസ് ആയിട്ടില്ല. ഇപ്പഴും നോക്കിക്കൊണ്ടിരിക്കുക. നോക്കാം, അതും ഈ മാസം എൻഡിന് മുമ്പ് സെറ്റ് ആക്കാം. അല്ലെങ്കിൽ പോകുന്ന മുമ്പേ സെറ്റ് ആകാം. എനിക്ക് വൈകിട്ട് ഇറങ്ങാൻ പറ്റും, പിന്നെ വീക്കെൻഡ്സ് ഇറങ്ങാൻ പറ്റും. ആ സീനില്ല, നമ്മള് വർക്ക് ടൈം കഴിഞ്ഞിട്ടാണ് പുറത്ത്. 3:55 പോണം. സ്നേഹമോൾ പാട്ടൊക്കെ ഓഫ് ചെയ്തു. ഇന്ന ദിവസം ഉണ്ടല്ലോ, എനിക്ക് സ്നേഹ ഷോപ്പിംഗ് വ്ലോഗ്. അതിൻ്റെ അകത്ത് ലൈറ്റ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ പോയ ഷോപ്പില് പാട്ട് പ്ലേ ചെയ്യായിരുന്നു. പിന്നീടാണ് എന്താ പറയാ, ഞാൻ കണ്ടില്ലായിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴാണ് അവിടെ കോപ്പി റൈറ്റിംഗ് എഴുതി കറക്റ്റ് ആണോ പാർക്ക് ചെയ്ത് കോപ്പി റൈറ്റിംഗ് എഴുതിയിട്ട് വന്നു. അതെ, ചുമ്മാ കോപ്പി റൈറ്റിംഗ് കിട്ടാതിരിക്കാൻ പാർട്ട് ഓഫ് ചെയ്തു. എന്റെ ഫോണിൽ നല്ല സ്നേഹമോൾ അച്ഛനെ വിളിക്കാണ് ഗൈസ്. നമ്മൾ എന്തായിരുന്നു, എൻഗേജ്മെന്റ് റിംഗ് അല്ലേ? ഗൈസ്, ഇവിടുത്തെ ഇനി കേറാൻ കുറച്ച് കടയും കൂടെ ഉള്ളു. ഇനി ഇവിടുത്തെ മലബാർ കൂടെ കയറി നോക്കാം. സ്നേക്ക് രണ്ടുമൂന്ന് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. എനിക്കാണ് കളക്ഷൻ കിട്ടാത്തത്. ഇപ്പൊ ഏത് കടയിലാ കയറി? അല്ല, അതിന് മുമ്പ് ഏത് കടയിലാ കയറി? ദമാസ്ക് എന്ന് പറഞ്ഞ കടയിൽ കയറി. പക്ഷെ അവിടെ എത്ര വലിയ ഇഷ്ടപ്പെട്ടോ? ഇനി തിരിച്ച് മലബാർ കയറി നോക്കാം. അപ്പൊ ഫൈനലി എനിക്ക് ഒരു സ്ഥലത്ത് ഒന്നും ഇഷ്ടപ്പെട്ടു. ഇവിടെ എനിക്കൊന്ന് കുറെ ദിവസമായിട്ട് കുറെ ഷോപ്പിൽ കയറി നമ്മൾ. പക്ഷെ കോമഡി എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടതിൽ എനിക്ക് സൈസ് ഇല്ല. അവിടെ കടയിലെ സൈസ് ഇല്ല. അവര് ദുബായിൽ വിളിച്ചു ചോദിച്ചു, വേറെ എവിടെയൊക്കെ വിളിച്ചു ചോദിച്ചു. അവിടെ മീൻസ് ഒമാനിൽ ഒരു പീസേ ഉള്ളു. നമുക്ക് നോക്കിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുന്നു. സ്നേഹ പറയുമ്പോ അങ്ങനെ. ഇപ്പൊ അടുത്തെങ്ങോട്ടാ? നറുട്ടോ ഇതിൽ ആരൊക്കെ അറിയാതെ? എല്ലാരും അറിയല്ലേ? ഇതാരാ? ഇത് ഹിറ്റാച്ചി അല്ല, സസുക്കെ.
നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ട് നരുട്ടോയുടെ ബെസ്റ്റ് ഫ്രണ്ട്. നരുട്ടോയുടെ ബെസ്റ്റ് ഫ്രണ്ടോ? ഇപ്പുറത്തെ ആരെങ്കിലും അറിഞ്ഞവരുണ്ടോ? ഓക്കെ, ഇതൊക്കെ ഇത് സോണിക് അങ്ങനത്തെ സംഭവങ്ങളാണ്. അതെ, ഇതാണ് മോസ്റ്റ് ആനിമേ ആൾക്കാരാണ്. നമ്മളുടെ ഇവരൊക്കെ ഇല്ലല്ലോ, നമ്മളുടെ മെയിൻ ക്യാരക്ടേഴ്സ്. ഇനോസ്കെ, മൈക്കിൾ ജോർഡൻ ഒക്കെ ഉണ്ട്. എന്റെ ആക്ഷൻ ഫിഗറും കൂടെ സെറ്റ് ആകാം. ആക്ച്വലി നമ്മള് ആക്ഷൻ ഫിഗർ കിട്ടും തോന്നുന്നു കേട്ടോ. നമ്മള് ചെയ്യാം, നമുക്ക് നമ്മള് ചെയ്യാം. ഗോക്കു യാരാ? ഗോക്കു ഡ്രാഗൺ ബോൾ സി, ലെബ്രോൺ ജെയിംസ്. അതാണോ വേണ? ഇലക്ട്രോണിക് ഷോപ്പിൽ വല്ല ക്യാമറ വല്ല ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. ഇവിടെ ഉണ്ടല്ലോ ഇൻസ്റ്റ 360 ഗോപ്രോ ഒക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ ഡമ്മി പീസ് അവർ വെച്ചിട്ടുള്ള. നമുക്ക് റിയല് പോയി ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മള് ഷോറൂമിലാണ്. ഇതൊരു MI ഷോറൂമിൽ കയറിയിട്ടില്ല, നാട്ടിലില്ലെന്ന് തോന്നുന്നു. അങ്ങനെ എന്തായി ഇവിടുത്തെ അപ്ഡേറ്റ്സ് പറയൂ സ്നേഹമോൾ. ഓക്കെ, അതെ, വന്നതിന്റെ മെയിൻ കാര്യം ഒരുവിധം ഓക്കെ ആണ്. പക്ഷെ ചാൻസ് ഉണ്ടോ ഇല്ല നമുക്ക് അറിയത്തില്ല, നോക്കി നോക്കാം. കളിക്കാമല്ലോ വേണോ? ഓ, എന്റെയും തൊണ്ട എന്തോ പോലെ ആയി. എനിക്കൊന്ന് വിന്റർ കാരണമാണോന്ന് അറിയത്തില്ല, നോക്കാം. എന്തെങ്കിലും ചാൻസസ് ഉണ്ടോ? 13 ചെയ്യാൻ പറ്റും പറയുന്നവര്. 13 ചെയ്യാൻ പറ്റും പറയുന്നത്. പക്ഷെ എങ്ങനെ ചെയ്യാൻ പറ്റിയായിരുന്നു? പക്ഷെ എങ്ങനെ അത് സ്റ്റോണ് ലൂസ് ആവോ? ആളെന്തോ പറഞ്ഞല്ലോ. ഇതെന്താ സാധനം? ഓ, വീൽ ചെയർ. ഞാൻ ചെടി വെക്കാൻ വെച്ചിരിക്കും. പക്ഷെ 20 എങ്ങനെ റീസൈസ് 13 ആക്കാൻ പറ്റുന്നു? പറ്റും. 2 weeks പക്ഷെ എടുക്കും, ടൈം എടുക്കും. അവർ തന്നെ ചെയ്യണം പറയും. പക്ഷെ അതിന്റെ ഭംഗി പോവോ? അതിന്റെ ഭംഗി സർക്കിളാണെങ്കിൽ ചെറിയ സർക്കിളാക്കാൻ പോണത്. അതെങ്ങനെ ഭംഗി പോവും അല്ലേ? അറിയില്ലല്ലോ. എന്തായാലും റിങ്ങിന് ഒരു പോസിറ്റീവ് സൈൻ ഉണ്ട്. അയ്യോ, ഒരു എത്ര ഒരു 50-100 അവിടെ എത്ര കളക്ഷൻസ് ഇല്ല സത്യം പറഞ്ഞ. ഒരു പക്ഷെ ഇതുവരെ ഒന്നിനും എസ് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇത് കണ്ടപ്പോൾ അതൊരു ബെസ്റ്റ് റേറ്റ് ചെയ്ത് തരാൻ പറ്റും. ഇവിടെ മേടിക്കാൻ തോന്നുന്നില്ല. ഇതും ആക്ച്വലി മലബാർ ആണ്, പക്ഷേ അറബിക് മലബാർ ആണ്. സെയിം നമ്മുടെ നാട്ടിലുള്ള സെയിം സാധനമാണ്. ഗൾഫിൽ മാത്രമുള്ള. ഫൈനലി ആ ഹെഡേക്ക് ഒരുവിധം തീർന്നെന്ന് തോന്നുന്നു. നമുക്ക് നോക്കി നോക്കാം. അവരെ റീസൈസ് കൂടെ ചെയ്തിട്ട് എന്താ പറയാ, അവന് ഇഷ്ടപ്പെട്ടു. സ്നേഹര സെലക്ഷൻ ആണ്. ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ പാന്റ് ഇടുന്നത്. എന്താ പറഞ്ഞോണ്ടെന്ന് അവിടെ ഇവിടെ ഉണ്ടല്ലോ മിക്ക കടയിലും മലയാളീസാ. എനിക്കാണെങ്കിൽ മലയാളീസിനെ കാണുമ്പോ ഭയങ്കര സന്തോഷമാവും. പക്ഷെ അവിടെ ഫുൾ മലയാളീസ് ആണ്. നിങ്ങൾ അവിടെ എവിടെ പോയാലും എവറി സെക്കൻഡ് തേർഡ് പേഴ്സൺ മലയാളിയാണ്. മലയാളി ഇല്ലെങ്കിൽ കന്നഡ ആളായിരിക്കും, മലയാളി സംസാരിക്കുന്ന കന്നഡ ആളായിരിക്കും. ഇവിടെ നിങ്ങൾ കണ്ട ആളും കൂടി കന്നഡ സംസാരിക്കുന്ന ആളാണ്. ബോർഡർ നമ്മള് കേരള അല്ല കർണാടക ബോർഡറിൽ എന്ന് പറഞ്ഞത്. ഇല്ല, അത് കുറച്ച് ചൂടുകൾ. എനിക്കൊന്ന് മറ്റേ യോഗട്ട് കഴിച്ചോണ്ടാണെന്ന് തോന്നുന്നു. നെക്സ്റ്റ് വ്ലോഗില് കാണിക്കില്ലല്ലോ.
ഏതാ? ഇല്ല നമ്മള് മേടിച്ചത് ഇപ്പം കാണിക്കത്തില്ല, നമുക്ക് എൻഗേജ്മെന്റ് ആണ്. ഇനി എത്ര കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ, കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്യാമല്ലോ. Less than 60 days. 60 days. അപ്പം 60 daysല് ഇപ്പൊ കൈ ഫ്രീ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ പിടിച്ചു വെച്ച് ഒന്ന് കെട്ടി വിട്ടു. പക്ഷെ ബാച്ചിലർ ആണ്. ബാച്ചിലർ ആണ്, പക്ഷെ സിംഗിൾ അല്ല. സിംഗിൾ അല്ല. പോവാം. അടുത്താണ് വരുമ്പം വല്ല ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസോ എന്തെങ്കിലും എടുത്തിട്ട് വരാം. അതെ ഗൈസ്, പോവാം. വണ്ടി കിട്ടോ. ഈ സ്പോട്ട് ഏതാ? ഏത് സ്പോട്ട് ഉണ്ടെങ്കിൽ അറിഞ്ഞൂടാ, പക്ഷെ യൂഷ്വലി അവിടുത്തെ ടീ മേടിച്ചിട്ട് അവിടെ പോയി ബീച്ചിൽ പോയിരിക്കും. ഈ റോട്ടിൽ ഇവിടെ മാത്രമേ ടീ കിട്ടൂ. വെള്ളത്തിൽ പഞ്ചസാര ഇട്ട് വന്നാണോ? എന്നിട്ട് കുറച്ച് ചൂടായിട്ട് ഇതിൽ കുടിക്കണമെന്ന് തോന്നുന്നു. രണ്ടാൾ കുടിക്കുന്നതുകൊണ്ട് പ്രോബ്ലം അല്ല. ഓക്കെ. We don't recommend this place. അല്ല, അത്ര ബാഡ് അല്ല. ഒരു എമർജൻസിന് ഐ തിങ്ക് ഇത് ഓക്കെ ആണെന്ന് തോന്നുന്നു. ഏതാ റൂട്ടിൽ വേറെ ടീ കടയേ ഇല്ല, ഇത് ഒന്നേ ഉള്ളൂ. MRAയില് ബെറ്റർ ആയിട്ട് കിട്ടിയിട്ടുണ്ടോ? കുടിക്കുമ്പോ പക്ഷെ അത് വേറെ റോഡാണ്, ഇത് വേറെ റോഡാണ്. അതുകൊണ്ട് തോന്നുന്നതുകൊണ്ട് ഇവിടെ ഇപ്പൊ ഒരു കട ഉണ്ടാവില്ല ചായ. അതെ, ഇത് എനിക്ക് ഇത് കുടിക്കുമ്പോ എനിക്ക് ഡുക്കുംഡ് ഓർമ്മ വരുന്നു. അച്ഛനോട് ഡുക്കുംഡ് ടീ പോലെ ഉണ്ട്, സ്മെല്ലും. എനിക്കൊന്നും അത്ര പാല് ഒഴിച്ചിട്ടില്ല, ജസ്റ്റ് ക്രീമാണ്. എന്തോ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ക്രീമർ ആയിരിക്കും, എനിക്ക് അതേപോലെ ഫീൽ ആവുന്നു. ഓക്കെ, നമുക്ക് ഇനി ബീച്ചിൽ പോവാം. ഓക്കെ, ബീച്ച്. കൊറേ നേരമായിട്ട് ചായ പിടിച്ചോണ്ടിരിക്കുകയാണ്, ചായ തീരാറായി. നമ്മൾ എപ്പോഴെങ്ങനെ ബീച്ച് എത്തോ? ക്ലോസ് ചെയ്തു. അങ്ങനെ എന്തോ ഭാഗത്തിന് ചായ തീർന്നിട്ടില്ല. ഇല്ല, ഇത് ആക്ച്വലി നമുക്ക് മണ്ണിൽ താഴത്തില്ല. ഇല്ല, സീനില്ല. ലാസ്റ്റ് ഇവിടെ വന്നപ്പോ ഉണ്ടല്ലോ, ഇത് കടല് കുറച്ചും കൂടെ ഉൾവലിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ല ഇങ്ങോട്ട് കേറി. കേറിയല്ലേ? ലാസ്റ്റ് നമ്മൾ അവിടെ എവിടെയോ ഇവിടെ ആക്ച്വലി നല്ല വേവ്സ് ഉണ്ട് കേട്ടോ. ആക്ച്വലി കുറച്ച് വേവ്സ് ഉണ്ട് സൗദിയില്. വരില്ല അവിടെ. സോ സൗദിയിൽ ഇത്ര വേവ്സ് പോലും ഇല്ല. നമുക്കുണ്ടല്ലോ കടലിലെ കുറച്ച് അകത്തേക്ക് നടന്നു പോകാൻ പറ്റും സൗദിയില്. എന്നിട്ട് സഡൻ ആയിട്ട് ഭയങ്കര ഡെപ്ത് ആയിരിക്കും അവിടെ. പക്ഷെ ഇവിടെ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം ആവശ്യം വേവ്സ് ഉണ്ട്. ഇഷ്ടപ്പെട്ടു. അതെന്തായിരുന്നു? കേട്ടില്ല. എന്താ ഇപ്പം പറഞ്ഞു? എടുക്ക, എന്നിട്ട് ഞാൻ കയറാം. എന്തോ ഭാഗത്തിന് വണ്ടി എടുക്കാൻ പറ്റി, കുറച്ച് വണ്ടി താന്നു. പക്ഷെ സ്നേഹമുള്ള ഡ്രൈവിംഗ് സ്കിൽസ് കാരണം അയ്യോ, ഒരു സെക്കൻഡ് വിചാരിച്ച് വേറെ ആരെങ്കിലും വിളിക്കേണ്ടി വരും. പക്ഷെ പുള്ളിക്കാരി എടുത്തു. അങ്ങനെ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തോ?
ലെഫ്റ്റ് അല്ലാന്ന് തോന്നുന്നു. നമ്മൾ ഏത് വഴിയാണ് ഈ ഇങ്ങനെ വന്നു തോന്നുന്നു. ഞാൻ പേടിച്ചു മാറ്റിയാണ്ട് പണി തീരും. കൊറേ നേരിട്ട് മണലിൽ ഇട്ടോണ്ട് അത് കുറച്ച് താന്നു പോയി. പക്ഷേ നമുക്ക് പോകാൻ പറ്റി. ഞാൻ വെളിയിറങ്ങി നോക്കണോ? എവിടെ ഇറങ്ങാൻ പറ്റും? ഇവിടെ ആൾക്കാർ നിർത്തി വെച്ചിരിക്കുക. നിർത്തുന്ന സ്ഥലം അല്ലല്ലോ അത്. നോക്കി ആ സൈഡ് ലെഫ്റ്റ് സൈഡ് നോക്ക്. ലെഫ്റ്റ് സൈഡ് ഇട്ടില്ല. അവിടെ റൈറ്റ് എങ്ങനെ എടുക്കുന്നു? ഞാൻ വെളിയിറങ്ങാം. നമ്മുടെ നാട്ടില് സ്വിഗ്ഗി സൊമാറ്റോ പോലെയാണ് ഇവിടുത്തെ തലാബാത്ത് അല്ലേ? പക്ഷെ ഇവിടെ ഒന്നേ ഇല്ല. ഇതൊന്നുണ്ട്. വേറെ ആരൊക്കെ വരാൻ ട്രൈ ചെയ്യുന്നത്. പക്ഷെ തലാബാത്തിന്റെ അളവില്ല. സ്വിഗ്ഗി വേറെ ഇതുണ്ടല്ലേ, സ്വിഗ്ഗി സൊമാറ്റോ ഇത് രണ്ടുമാണെന്ന് തോന്നുന്നു. പിന്നെ വേറെയും പ്ലേയേഴ്സ് വരുന്നുണ്ട്. ഇവിടെ ആക്ച്വലി ഇവര് മാത്രമേ ഉള്ളൂ അല്ലേ? തലാബാത്ത് മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ നമ്മളിപ്പം സ്നേഹ എപ്പോഴും ഷാർമ കഴിക്കുന്ന ഒരു സ്പോട്ടിലെത്തി. അതെ, ഇപ്പൊ എനിക്കൊന്ന് വന്നിട്ട് ഇവിടെ എത്ര 3-4 ടൈംസ് എത്തിയല്ലേ ഇവിടെ. ഇവിടുത്തെ ആക്ച്വലി ഷാർമ കൊള്ളാം. പിന്നെ നമ്മൾ ഒരു എന്താ പറയാ, എന്താ സാറിന്റെ പേര്? ക്രാഫ്റ്റ് ചീസ്. അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. കൊണ്ടുവരുമ്പോൾ കാണിച്ചുതരാം. ആക്ച്വലി ഇത് സൗദിയിലെ കഴിച്ചിട്ടുണ്ട്. അവിടെ സെയിം ടേസ്റ്റ് ആണോ നമുക്ക് നോക്കി നോക്കാം. മറ്റേ അകത്ത് ലബാണോ അങ്ങനത്തെ സംതിങ് സെയിം ആണെന്നാണ്. നോക്കി നോക്കാം. ഏതാ? പിന്നെ ഇതിൻ്റെ അകത്തുണ്ടല്ലോ സ്പിനാച്ച് വെച്ചിട്ട് ഇതേപോലെ അല്ല, സെയിം രീതിയിൽ സ്പിനാച്ചിന്റെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ആംബിയൻസും ആക്ച്വലി കൊള്ളാം. രണ്ടും ഉണ്ട്. ഇൻസൈഡ് ഇരിക്കാം, ഔട്ട് സൈഡ് ഇരിക്കാം. ഇപ്പൊ വിന്റർ ആയതുകൊണ്ട് മോസ്റ്റ്ലി എല്ലാവരും പുറത്താ ഇരിക്കാറുള്ള. ഇതിന്റെ 0.5 ആക്ച്വലി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ആവശ്യം ക്ലാരിറ്റി ഉണ്ട്. 0.5 വെച്ചാൽ നമുക്ക് വ്ളോഗ് ചെയ്യാം. ബാക്കിൽ വലിയ ക്യാമറ, അതാണ് എനിക്ക് ആക്ച്വലി ബെറ്റർ ആയിട്ട് തോന്നിയത്. മൈക്കും ആക്ച്വലി നല്ലതായിരിക്കും. പിക്കൽസ് ഉണ്ടല്ലോ ആക്ച്വലി ഭയങ്കര ഉപ്പായിട്ട് തോന്നി. ഭയങ്കര ഉപ്പല്ലേ? ടേസ്റ്റ് കഴിയും. പക്ഷെ പിക്കിൾ അങ്ങനെയല്ലേ? കുറച്ച് സോൾട്ട് പിന്നെ ഷാർമ എത്തിയിട്ടുണ്ട്. ASMR എടുത്തോണ്ടിരിക്കുക. ആ ചില്ലി കഴിയോ? ചില്ലി ഇല്ല. സൂപ്പറായിട്ടുണ്ട്. മീറ്റ് വെച്ചിട്ടുണ്ട്. കൂടുതൽ നാട്ടിലത്തെ പോലെ വെജിറ്റബിൾസ് കൊണ്ട് നിറച്ചിട്ടില്ല. പിന്നെ ഇവിടെ മയോണൈസിലാണ് മറ്റേ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, അതാ യൂസ് ചെയ്യുന്നത്. അത് സൂപ്പറാണ്. എങ്ങനെയുണ്ട്? ഞാൻ ആക്ച്വലി അവിടെ ഉണ്ടല്ലോ, എന്താ പറയാ, സ്നേഹ ഷവർമ സൈസ് അല്ലേ അതേപോലെ. പക്ഷെ ആക്ച്വലി ഇത് വലുതായിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. ചീസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതേപോലെ ഒന്ന് വിചാരിച്ചത്. ഇവരുണ്ടല്ലോ ടോപ്പില് ഹണിയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ സൂപ്പറായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടല്ലേ? ഇത് ക്രീം ചീസ് ആണോ? അത് പ്രൊണൗൺസ് ചെയ്യണ കറക്റ്റ് പ്രൊണൗൺസ് ചെയ്യണ അറിയില്ല. പക്ഷെ ഇത് ചീസാണെന്ന് തോന്നുന്നു.
ഇത് ലബ്ന അല്ല, അത് ലബ്ന ഒരു വേല ഒരു ക്രീമി ടെക്സ്ചർ ആണ്, യോഗർട്ട് ഒക്കെ ഇല്ലേ ബട്ടർ പോലെ, അതേപോലെ ഒരു വൈറ്റ് ബട്ടർ പോലെ അല്ലേ. ചൂടല്ലേ? ഇല്ല ഇല്ല, അത്ര ചൂടല്ല. ടേസ്റ്റ് അല്ലേ? ട്രൈ ചെയ്തിട്ടുണ്ടോ ഇത്? ഇല്ലല്ലേ? ഇഷ്ടപ്പെട്ടോ ഗൈസ്? മിക്കവാറും നമ്മൾ രണ്ടുപേരും ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ട് റൗണ്ട് ആവുന്നാണ് ഡൗട്ട്. ഞാനും വെയിറ്റ് വെച്ചു, പിന്നെ 2 ദിവസം കൊണ്ട് എങ്ങനെ കുറച്ച് ആ ധൈര്യത്തിലാണ് ഇന്ന് വന്ന് കഴിക്കുന്നത്. ഇനി അടുത്ത 3 ദിവസം ഡയറ്റ് ആയിരിക്കും. ഫ്രൈഡേ സാറ്റർഡേ വീക്കെൻഡ് 100% സോറി. അതും കൂടെ ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. ഒരു റൗണ്ട് ഓടിയിട്ട് വരുന്നോ? എന്നെങ്ങനെയോ പുറത്താക്കി വീട്ടിൽ, അതുകൊണ്ട് പക്ഷെ നോ കംപ്ലൈൻസ്. എൻജോയ് ചെയ്തല്ലേ? വീട്ടിൽ ഇരുന്നെങ്കിൽ ചുമ്മാ സിനിമയും കണ്ടിരിക്കുകയോ ഉറങ്ങിണ്ടോന്നോ, അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടുപിടിച്ചല്ലോ നമ്മള്, ഇങ്ങനെ ഡിഷ് ഇത്ര നന്നായിട്ടുണ്ടോന്ന് വിചാരിച്ചു. കഴിച്ചിട്ടില്ലല്ലോ ഇവിടെ വന്നിട്ട്? ഞാൻ എപ്പോഴും ഒന്ന് ഷവർമ മാത്രമേ ഉള്ളൂ. സൂപ്പർ ആയിട്ടുണ്ട്. എന്റെ ഇവിടെ എന്താ ഇന്ത്യ കാർഡ് ഇവിടെ എടുക്കുമോ നോക്കുന്നത്. ടാപ്പ് ചെയ്തപ്പോ വർക്ക് ടാപ്പ് ഉണ്ടല്ലേ? തീർച്ചയായിട്ടും ഇൻസേർട്ട് ചെയ്ത് നോക്ക്. ഈ പുള്ളിക്കാരൻ ഇപ്പൊ എന്നെ 2-3 തവണ കണ്ടു. എനിക്ക് പുള്ളിക്കാരന് പരിചയക്കാരനായി. അപ്പം ഞാൻ ഉണ്ടല്ലോ വ്ളോഗ് ചിലപ്പോ ഇവിടെ ചെയ്യണ്ടിയാ. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഡു ലൈക്ക്, ഷെയർ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വ്ളോഗിൽ ഉടനെ കാണാം. ടാറ്റ, ഗുഡ് നൈറ്റ്. അതൊക്കെ ഗോൾഡൻ വേർഡ്സ് ആ. ഗോൾഡൻ വേർഡ്സ് ആർ ഓൺലി സെഡ് വൺസ്. ഇത് രജനീകാന്ത് ഡയലോഗ്. ഞാൻ ഒരു തടവ சொன்னா 100 തടവ சொன்னா. അയ്യോ, അശ്വൻ ഗണേഷ് രജനീകാന്തിന്റെ ബിഗ് ഫാനാണ്. അതെയോ? പക്ഷെ എനിക്ക് രജനീകാന്ത് എല്ലാ ഡയലോഗ്സും അറിയും. ഞാൻ അറിഞ്ഞതിൽ വെച്ച് ഏറ്റവും വലിയ ബിഗ് ഫാൻ അശ്വനാണ്. പുള്ളിക്കാരുണ്ടല്ലോ, ലൈക്ക് ഇപ്പം മൂവി റിലീസായ ലൈക്ക് 2 to 3 times പോയി കാണും. റിലീസായ ഉടനെ ആ മൂവി തന്നെ 2 to 3 times പോയി കാണും. അത്ര വലിയ ഫാനൊന്നുമല്ല, പക്ഷെ ലൈക്ക് ഇഷ്ടം അതിൽ സംസാരിക്കുന്ന വിധം, അതിൽ ഡയലോഗ്സ് അതൊക്കെ ഭയങ്കര ഇഷ്ടം. പക്ഷെ കമൽഹാസനും ഇഷ്ടം, രണ്ടാനെയും ഇഷ്ടം. കമൽഹാസനോ? അവർ ആ 2 പേര് ആ ലെവൽ ഇഷ്ടം. കമൽഹാസൻ ഒരു ടൈപ്പ്, രജനീകാന്ത് ഒരു ടൈപ്പ്. ചോദിച്ചോ? ആരെങ്കിലും ചോദിച്ചോ? അല്ല, കമൽഹാസൻ ഡയലോഗ് ഞാൻ പറയില്ല. ഹലോ, ഡയലോഗ് നിങ്ങൾക്ക് കിട്ടില്ല. ഇത് ബൈനി നോക്കി വീട്ടിലേക്ക് എന്തെങ്കിലും എടുക്കാനുണ്ടോ? ഇതാ ബാഗ് എടുത്തോണ്ടോണോ? ഫോണാണ് എടുക്കുക. എന്താ വേണം? ഫോണ് അതൊക്കെ കയ്യിൽ വെച്ചോണ്ട് പോണോ? ഓക്കെ, അപ്പം നമുക്ക് ഫ്ലാറ്റിലേക്ക് പോവാം. ലുലുവിനെ കാണിച്ചിട്ട് ഒരിക്കലും എൻഡ് ചെയ്യാം. ലുലുവിനെ കാണാൻ എപ്പോഴും കാണുക. ലുലുവിന്റെ എക്സൈറ്റ്മെന്റ് കാണിച്ചു തരും. ട്രൂ ലവ്. ട്രൂ ലവ് എനിക്കാണ് കേട്ടോ. അത് എയർപോർട്ട് വ്ളോഗ്. അത് ഞാൻ മറന്നു കേട്ടോ. ആക്ച്വലി 11 ആയപ്പോ കൊറേ നേരം കൊണ്ട് 11 അത് ഇവിടത്തെ ടൈം റോങ് ടൈമാ. പക്ഷെ ഇപ്പൊ ഓക്കെ, എന്തെങ്കിലും വലിയ വിഷ് ചെയ്യൂ. ഇപ്പം 11 ഗൈസ്, 11 വിഷ് ചെയ്ത് കഴിഞ്ഞോ? പക്ഷെ ആക്ച്വലി വിഷ് ചെയ്യാൻ പാടില്ല. എന്താ വിചാരിച്ചോണ്ട് ഇങ്ങനെ നടക്കും. അതൊരു നല്ലൊരു സൈൻ ആണ്.
ലിസ്റ്റ് എടുക്കട്ടെ. ലിസ്റ്റൊക്കെ ഉണ്ടല്ലേ. എന്താണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ്? ഇല്ലല്ല, പ്രയോറിറ്റി സാധനങ്ങളൊക്കെ വരും. പ്രയോറിറ്റി അല്ലാത്തത് നിങ്ങൾ സംസാരിക്കണം. ഫുഡ് അടിച്ച വയറൊക്കെ ഫുള്ളായി.